ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത് അർച്ചനയുടെയും ഷാരോണിൻ്റെയും കാര്യമാണ്. എനിക്കിന്ന് ബുധനാഴ്ച വൈകിട്ടാണ് ആ കുട്ടി മരിക്കുന്നത്. അന്നേരം മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നേക്കുന്നത് ആത്മഹത്യ തന്നെയാണ് വന്നേക്കുന്നതെന്നാണ് പറയുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഷാരോണിൻ്റെ അർച്ചനയുടെയും കാര്യമാണ്. പ്രണയവിവാഹമായിരുന്നു. അർച്ചനയ്ക്ക് 20 വയസ്സേ ഉള്ളായിരുന്നു, ഷാരോണിന് 25 വയസ്സ്. അപ്പം ഈ പ്രണയവിവാഹത്തിന് മൊത്തത്തിൽ ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല കേട്ടോ. നല്ലതായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നല്ല ഇതായിട്ട് ജീവിക്കുന്നവരുണ്ട്. കാര്യം ഞാനും എൻ്റെ പ്രണയവിവാഹമായിരുന്നു. ഇപ്പോൾ ഇത്രയും വർഷമാകുന്നു, ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ഇപ്പോഴും ജീവിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ഒരു ഇതായിട്ട് ഞങ്ങൾ 2 മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചവരാണ്. ഏത് മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നോ, ഏത് സിറ്റുവേഷനിൽ കല്യാണം കഴിക്കുന്നതല്ല, അവരുടെ സ്വഭാവമാണ് നല്ലതായിരിക്കേണ്ടത്. അതിപ്പോൾ ആലോചിച്ച് കല്യാണം കഴിച്ചാലും പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ മാത്രമല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. ആലോചിച്ച് കല്യാണം കഴിക്കുന്നതുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടാണ് ആ നേഴ്സ് 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് ട്രെയിൻ വന്നപ്പം അത് ആലോചിച്ച് കല്യാണം നടന്നതാണ്. വീട്ടുകാരുടെ എല്ലാം സപ്പോർട്ടുണ്ട്, ഒരു ജോലി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക്, ജോലി ഇല്ലാതെ ഒരവസ്ഥ വന്നപ്പോൾ, ജോലി ഉണ്ടെന്നല്ല, ഒരു തൊഴിലറിയാവുന്നതായിരുന്നു, എന്നിട്ട് പോലും അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മളിപ്പോൾ ആലോചിച്ച് കല്യാണം കഴിച്ചെന്നോ പ്രണയിച്ച് കല്യാണം കഴിച്ചെന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലായിടത്തും വരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് സഹിക്കും പെണ്ണുങ്ങൾ, ഒരുപാട് സഹിച്ച് പക്ഷേ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം വരുമ്പോഴാണ് അവരിങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അത് കൂടുതലും പ്രണയവിവാഹത്തിലാണ് സംഭവിക്കുന്നതേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരെ ധിക്കരിച്ചിറങ്ങി പോരുന്നതാണ്. വീട്ടുകാരുടെ സമ്മതമില്ലാതെ പോകുന്നേച്ച് ഈ അനുഭവങ്ങളെല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് ചെന്ന് കയറാനുള്ള മനസ്സില്ലാർക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സ് വരാതെ വരുമ്പോഴത്തേക്ക് വീട്ടുകാരുടെ മുന്നിലോട്ട് ഇനി എങ്ങനെ ചെന്ന് കയറും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം വരുന്നത്. അപ്പം ഇതിന് കൂടുതൽ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു തൊഴിലുണ്ടാകുക, ഒരു ജോലി ഉണ്ടായതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. എന്നതെങ്കിലും ഒരു ജോലി, ഇപ്പോൾ വലിയ ഡിഗ്രി എടുത്തുള്ള ജോലി വേണമെന്ന് തന്നെ ഞാൻ പറയുന്നില്ല. ഒരു തൊഴിൽ നിങ്ങൾ പഠിച്ചെടുക്കണമെന്നെങ്കിൽ ഒരു തയ്യലോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു തൊഴിൽ എപ്പോഴും നമ്മൾ പഠിച്ച് ഇരിക്കുക. അതേ ഉള്ളൂ ഇതിനുള്ളൊരു മാർഗ്ഗമെന്ന് പറയാനായിട്ട്. പിന്നെ ഇത് നമ്മൾ പ്രണയിച്ച് നടക്കുമ്പോഴത്തേക്ക് ചേട്ടായി ഇച്ചിരി കലിപ്പനാന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു റൊമാൻറ്റിക്കാണ് നമുക്ക് തോന്നുന്നത്. നമുക്കെന്നല്ല, എനിക്ക് തോന്നത്തില്ല കേട്ടോ. എന്നോട് അങ്ങനെയൊക്കെ കലിപ്പിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ വഴി അങ്ങ് പോകത്തേ ഉള്ളൂ. ഈ കലിപ്പായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ചില പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണ്, പെൺകുട്ടികളുടെ സ്വഭാവമാണ്. കലിപ്പൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഇവരുടെ വീട്ടുകാരാകെ എതിർത്ത കല്യാണമാണിത്. മയക്കുമരുന്ന് കേസിലും കഞ്ചാവ് കേസിലും ഏതാണ്ടൊക്കെ കേസൊക്കെ ഉള്ളതാണ്. മയക്കുമരുന്നിൽ നിന്ന് കഞ്ചാവ് അങ്ങനെയൊക്കെ കേസുകളുള്ള ആളാണ്. ഇത്രയും ഉള്ള ഒരാളാണ് ഈ ഒരു വിവാഹം വേണ്ട, അതുകൊണ്ടാണ് വീട്ടുകാർ അത്ര എതിർക്കുന്നത്. നമുക്ക് ചിലരെയൊക്കെ നന്നാക്കി കൊണ്ടുവരാൻ പറ്റും, ചിലരെ ഒന്നും നന്നാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ ആ പയ്യനെ കണ്ടാണ്ടല്ലോ നല്ല ഗ്ലാമറാണ്. ഒരു മനുഷ്യർ പറയല്ല. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കണ്ടാൽ തോന്നും സത്യം പറഞ്ഞാൽ ഇതുപോലെ പിടിച്ച് നിഷ്കളങ്കനമായ ഒരു പയ്യനെയാണോ കൊണ്ടുപോകുന്നത്. അവൻ്റെ മുഖഭാവമൊക്കെ കാണണം. ഇതിപ്പോൾ കാണിച്ചു തരാം. ഞാൻ എൻ്റെ സൗണ്ട് കുറച്ച് നിൽക്കുക. അവൻ്റെ ഒരു വരവൊക്കെ കണ്ടോ, എന്ത് നിഷ്കളങ്കമായിട്ടാണ്. ഞാനാണോ ഇങ്ങനൊരു തെറ്റ് ചെയ്ത് എന്നുള്ള തെറ്റ് വെച്ച് പുള്ളി കൊലപാതകം ചെയ്ത്, പുള്ളിയല്ല കൊന്നത്, പക്ഷെ അതിനുള്ള വഴി ഒരുക്കി കൊടുത്തത് പുള്ളിയാണ്. അതും കൊലപാതകം പോലെ തന്നെയാണ്. ഒരു മനുഷ്യനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ഈ പുള്ളിക്കാരൻ്റെ അമ്മയും കൂടെയാണ് ചെയ്തേക്കുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീധനത്തിന് വേണ്ടി ബഹളം ഉണ്ടാക്കുക. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അവരെ സ്ത്രീധനം വേണമെന്ന് പറയാനായിട്ട് നാണമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാണ്. ഞാൻ നോക്കിക്കോളാം, അതിൻ്റെ കൂടെ പോരും എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ സ്ത്രീധനം ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ആലോചിച്ചാൽ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു. എന്നത്തിന് ഈ പാമ്പിടിച്ച കൊച്ചിനെ ചുമ്മാ ഇതിലാക്കിയത്. പക്ഷെ നല്ലൊരു കൊച്ചു കേട്ടോ. എനിക്ക് അതിൻ്റെ മുഖം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പാവം തോന്നി കേട്ടോ. എത്രമാത്രം ജീവിതത്തിനോട് പ്രതീക്ഷയോടുകൂടി ആയിരിക്കും അത് ഈ വിവാഹത്തിന് ഇറങ്ങി തിരിച്ചത്. വീട്ടുകാരോട് കള്ളം പറഞ്ഞ് തുണി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അങ്ങനെ പോയി. ഇവന് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉപദ്രവമൊക്കെ തുടങ്ങിയ സമയം തന്നെ എനിക്ക് തോന്നേ ഇപ്പം ഗർഭിണിയായിരുന്നെന്ന് പറയുന്നു. 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട് 5 മാസം ഈ കൊച്ച് ഗർഭിണിയാന്ന് പറഞ്ഞു. പക്ഷേ ഇത് പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരിക്കാം അതിന്ന് പിന്മാറാൻ നിന്നത്. കാര്യം മാറിക്കഴിയുമ്പോൾ ആ അതിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിന് അതിന് അച്ഛനെ വേണ്ടേ എന്നൊക്കെ ഓർത്തായിരിക്കാം മിക്ക പെണ്ണുങ്ങളും ഉണ്ടല്ലോ. എത്ര ബോൾഡാന്ന് പറഞ്ഞാലും ഒരു അമ്മയായി കഴിയുമ്പോൾ ഉണ്ടല്ലോ അവൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് താഴും. അല്ലെങ്കിൽ അതുപോലെ തലതെറിച്ചതും അഹങ്കാരം പിടിച്ചതായിരിക്കണം. ഞാൻ ആരും മോശമായിട്ട് പറയില്ല കേട്ടോ. തലതെറിച്ച് അത്രയ്ക്ക് തൻ്റെ ഇടത്തോട് കൂടിയവരായിരിക്കണം. ഒരുപ്പെട്ടവർ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഈ കൊച്ചിൻ്റെ വീട്ടിലും ഇതിൻ്റെ അപ്പനും അമ്മയും ഉണ്ട്. അവരൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന കണ്ടതാണ്. അപ്പോൾ കഴിവതും അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് ഇത് വിചാരിച്ച് കാണും.
അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടാനില്ല അല്ലേ? എല്ലാവരും ഒത്തിരിയും ചെറുക്കന്മാർ പെണ്ണ് കണ്ട് മടുക്കുന്ന ചെറുക്കന്മാരുണ്ട്. ഈ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് കുറേ പേര് നിൽപ്പുണ്ട്. കാര്യം പെണ്ണ് കിട്ടാനില്ല. പെൺപിള്ളേരെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ അവൾമാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ അപ്പനുണ്ട് അമ്മയുണ്ട്, ഇങ്ങനെ എന്നെല്ലാം കാരണങ്ങളാണ് പെണ്ണുങ്ങൾ കണ്ടുപിടിക്കുന്നതെന്നറിയോ. പക്ഷേ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പെൺകൊച്ചുങ്ങളെ കിട്ടത്തുമില്ല, ഒന്നുമില്ല. അതേസമയം ഇങ്ങനെ ഈ കൊള്ളരുതായ്മയും കാണിച്ചു നടക്കുന്നവർക്കൊക്കെ പെൺപിള്ളേരൊക്കെ പുറകെ ചെല്ലും. അതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. അത് മിക്കയിടത്തും ഉണ്ട്. ഒത്തിരി പെൺപിള്ളേർ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. ചിലർ ആത്മഹത്യ ചെയ്യാതെ ഉപദ്രവങ്ങൾ മൊത്തം സഹിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എല്ലാത്തിനും മുൻഗണന, സ്ത്രീകൾക്ക് ഭയങ്കര നിയമപരമായിട്ടും എല്ലാം ഭയങ്കര ഇതെന്നൊക്കെ പറയും. പക്ഷേ അനുഭവിക്കേണ്ടവർ കിടന്ന് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ആരും അതിനൊരു നിയമവും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുവരുന്നില്ല. അതേസമയം ഉണ്ടല്ലോ കുറച്ച് ആണുങ്ങളുണ്ട് ഇതിനെതിരെ പറ്റുന്നവരുണ്ട്. കാര്യം അവർ നിരപരാധികളായിരിക്കും, അവരെ ക്രൂശിക്കാൻ വേണ്ടി കുറേ പെണ്ണുങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ കുറേ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ പോസ്റ്റായിട്ട് റിപ്പോർട്ട് വന്നേക്കുന്നത് ഇത് ആത്മഹത്യ ചെയ്തതാണെന്ന് തന്നെയാണ് വന്നേക്കുന്നത്. ആർക്കു പോയി അങ്ങനെ? പക്ഷേ കേസ് എടുത്തിട്ടുണ്ട്, ഇതിനെ വീട്ടിലിട്ട് പീഡിപ്പിച്ചെന്നും അങ്ങനെയൊക്കെ. ഒന്നെങ്കിൽ എൻ്റെ ഒരു സംശയം പറയുന്നതാണേ, കാര്യം കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ഇത് പ്രഗ്നൻ്റ് അല്ലേ, ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെ വയറ്റിലിട്ടുണ്ട്, ഒരിക്കലും അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയില്ല. അതുപോലെ പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാലേ ഉള്ളൂ. കാര്യം ആ കുഞ്ഞിൻ്റെ തന്ത എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ ഭയങ്കര ആഗ്രഹം കാണും. ഒരു കുഞ്ഞിനെ വയറ്റി ചുമന്നുകൊണ്ട് അതിന് പുറത്തോട്ട് വരുന്നിടം വരെ ഭയങ്കര ഒരു ആഗ്രഹം കാണും. ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ജീവിക്കണമെന്ന് ചിന്തിക്കും. പക്ഷേ എന്നിട്ടും ആ കൊച്ച് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവൻ ആ കുഞ്ഞിനെ, അതിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വെച്ച് എന്നേലും പറഞ്ഞു കാണും ഇതിനോട്. അതുപോലെ മോശമായിട്ട് എന്നേലും പറഞ്ഞു കാണും. അതിന് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം പറഞ്ഞു കാണും. അന്നേരമായിരിക്കും വിചാരിച്ചത് ഈ കുഞ്ഞും വേണ്ട ഞാനും വേണ്ട എന്നതൊരു പക്ഷേ തീരുമാനിച്ചത്. അങ്ങനെ ആയിരിക്കാം. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അന്നേരം ഇവൻ്റെ ഒരു അമ്മയില്ലായിരുന്നു അവിടെ, അവരൊരു സ്ത്രീയല്ലേ, അവരും ഈ കൊച്ചിനെ ഇട്ടങ്ങ് പീഡിപ്പിക്കുമായിരുന്നെന്ന് പറഞ്ഞു. ഒരു പെണ്ണ് വീട്ടിലോട്ട് വരുമ്പോൾ അവർക്കും കൊണ്ടൊരു പെൺകൊച്ച്, ഒരു മകളുണ്ട്. ആ മകളുടെ കൊച്ച് അവിടെ നിന്നാണ് അതിനെ അംഗൻവാടി നിങ്ങളുടെ വിളിക്കാൻ പോയ സമയത്താണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു. അവരും അതുപോലെ അതിനെ മാനസികമായിട്ട് എന്തെങ്കിലും ചെയ്ത് കാണും. പിന്നെ ഇതിൻ്റെ വീടെന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു 2 കിലോമീറ്റർ അകലമേ ഉള്ളായിരുന്നു. ഈ കൊച്ചിനൊന്ന് ചിന്തിക്കായിരുന്നു, ഇവർ പോയാലും ഈ പെണ്ണി ലോകത്തുനിന്ന് പോയ വിഷമിക്കുന്ന 2 പേരുണ്ട് വീട്ടിൽ, ആ അപ്പനും അമ്മയും ഉണ്ടെന്ന്. അവർക്കും ഒരു ഇച്ചിരി കൂടെ മുൻകരുതൽ എടുക്കാമായിരുന്നു. കാര്യം ഇവൻ ഇതിനെ വിളിച്ചെന്നാണ് പറയുന്നത്, പക്ഷേ ഇത് ചെന്നില്ല എന്നാണ് ചെല്ലാതിരുന്നതിൻ്റെ കാര്യം നമ്മുടെ ഈ സമൂഹമാണ്. ഇപ്പോൾ ഒരു പെണ്ണിന് എന്നേലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇത് പറ്റി പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഇങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ സഹതപിക്കാൻ കുറേ ആൾക്കാരുണ്ട്. അയ്യോ ആ കൊച്ചു അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പാവം എന്നൊക്കെ പറയും. ഇത് അതേസമയം ഈ പോയിട്ട് തിരിച്ച് വന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് അത് ജീവിക്കാമെങ്കിൽ അവള് പണ്ട് വീട്ടിൽ നിന്ന് ചാടിപ്പോയതാ, പോയി ഒരുത്തൻ്റെ കൂടെ പോയി കുറച്ചാൾ പൊറുതി കഴിഞ്ഞപ്പോൾ അവൾക്ക് അങ്ങ് മതിയായി, അവിടെ തിരിച്ചു വന്നു. ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കും പറയുന്ന കുറേ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. എനിക്കിതിനെയൊക്കെ എൻ്റെ കണ്ണിന് കാണരുത്. ഞങ്ങളുടെ ഈ നാട്ടിലും ഉണ്ട് ഇങ്ങനെയെണ്ണം കുറേ എണ്ണങ്ങളൊക്കെ. ഇങ്ങനെ ഏതാണ്ട് ഒരുമാതിരി അവരൊക്കെ വലിയ ആൾക്കാരാണ് എന്നുള്ള അവരുടെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി അവർ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന കൊള്ളരുതായ്മകൾ ഇതിൻ്റെ 7 അയലത്ത് വരികയല്ലത് ഈ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതിൻ്റെ അതുപോലുള്ള പരിപാടികൾ കാണിച്ചു വെച്ചിട്ടുള്ളവരായിരിക്കും പറയുന്നത്. ഈ അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ട് പിന്നെ ബന്ധുക്കാരുടെ കുറേ ചോദ്യങ്ങൾ, അത് സത്യമാണ്. നമുക്ക് ഈ ഒരു പ്രണയിച്ചൊരു വിവാഹം കഴിച്ചാണ്ടല്ലോ വീട്ടുകാരൊക്കെ കൂടുതൽ പ്രശ്നം ആർക്കായിരിക്കുന്നത് ഈ ബന്ധുക്കാർക്കും നാട്ടുകാർക്കും ആയിരിക്കും. അവരാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഒരുപാട് അനുഭവിച്ചാണ് ഞാൻ, ഒത്തിരി അനുഭവിച്ചാണ് ഒരു കാര്യത്തിൽ. ഞാൻ പിടിച്ചു നിന്നത് മൊത്തം എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. കാര്യം അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, പോട്ടി സാരമില്ല, ഈ ഒരു കാലവും മാറി വരും, ഇതൊക്കെ മാറും, ഇതിനൊക്കെ അപ്പുറം നമുക്കൊരിത് വരും എന്നും പറഞ്ഞുകൊണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളെ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങളാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളെ ഏതെല്ലാം രീതിക്ക് പറയാവോ അങ്ങനെ എല്ലാം മനുഷ്യർ പറയും. നമ്മുടെ ചെവിക്ക് കേൾക്കുന്ന രീതിക്ക് തന്നെ നമ്മളെ പറയും. ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. ചിലപ്പോൾ ഓർക്കും പ്രണയിച്ച് കല്യാണം കഴിക്കേണ്ടായിരുന്നെന്ന് പോലും തോന്നിപ്പോവും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതങ്ങനെയല്ലാണ്. ഈ സംശയരോഗം, അത് മനുഷ്യനൊരു സംശയരോഗം വന്നു കഴിഞ്ഞാണ്ടല്ലോ അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. സംശയരോഗം എന്ന് പറഞ്ഞാൽ ക്യാൻസറിനേക്കാൾ വലിയ രോഗമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ഭയങ്കര ഒരു രോഗം തന്നെയാണത്. കാര്യം എങ്ങോട്ട് തിരിഞ്ഞാലും സംശയം ഒരാൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കത് പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കൊച്ചിൻ്റെ കാര്യത്തിൽ എനിക്കങ്ങ് ഒരുപാട് സങ്കടം വന്നു കേട്ടോ, ഒരുപാട്. കാര്യം ഞാനും ഒരു കുഞ്ഞിനെ വളർത്തുന്നുണ്ട്, അവൾക്കും അതിനെയും നാളെ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴേ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെപ്പോലെ തന്നെ ഒരുപാട് അമ്മമാർക്കുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ഒരു ചേട്ടനോട് പറയും, ചെല്ലുന്ന വീട്ടിൽ എങ്ങനെയായിരിക്കും, അവർ നല്ല സ്നേഹമുള്ളവരായിരിക്കുമോ, കൊച്ചിനെ ഉപദ്രവിക്കുമോ. ഇപ്പം നമുക്ക് ആലോചിച്ച് കെട്ടിച്ചു വിട്ടാലും
ഒക്കെ അങ്ങനെ തന്നെയൊക്കെയാണ്. നമ്മൾ കണ്ടില്ലേ, ഒരു പെങ്കുച്ചിനെ നല്ല പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്നിട്ട് അവൻ എന്ത് നാടകീയമായിട്ട് അവൻ അഭിനയിച്ച് നിന്ന്. പക്ഷേ അതൊക്കെ തെളിഞ്ഞു. എല്ലാത്തിനും മുകളിൽ ഒന്നുണ്ട്, ഒരു ശക്തിയുണ്ട്, ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇത് പക്ഷേ ആ കൊച്ച് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ എനിക്കങ്ങോട്ട് ഇപ്പോഴും അങ്ങോട്ടൊരു പൂർണ്ണമായിട്ടൊരിത് വന്നിട്ടില്ല കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ, ഒരു കുഞ്ഞിനെ വയറ്റിയിട്ടുകൊണ്ട് ഒരു അമ്മ ആ കുഞ്ഞിനെ കാണുന്നത്രയുള്ള അതിൻ്റെ അതുപോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഒരു പക്ഷേ അത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്നതാണെങ്കിലും ഇപ്പോഴുള്ള പെൺകുട്ടികളോടെല്ലാം പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, പ്രണയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന ആൾ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾക്ക് നല്ലതാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമുക്ക് തന്നെ ആദ്യം ഒരു ഉറപ്പ് വേണം. അതുപോലെ തന്നെ ചിലരുണ്ട്, നമ്മൾ എത്ര നന്നാക്കിയാലും നന്നാകുകയില്ലാത്തവരുണ്ട്. ഇങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിലുള്ളവരെയും കൂടെ എങ്ങനെയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ആ വീട്ടുകാരെങ്ങനെയുള്ളവരാണ്, മനുഷ്യപ്പറ്റുള്ളവരാണോ, സ്നേഹമുള്ളവരാണോ എന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ നമുക്ക് അവരെ കൂടെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ആ വീട്ടിൽ നമ്മളൊരു ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. പ്രണയം എന്നൊക്കെ പറയുന്നല്ലോ, ചിലപ്പം നമ്മൾ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊന്നിനെ പറ്റി ചിന്തയില്ല, പ്രണയം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അന്നേരത്തേക്ക് നമുക്ക് പ്രണയിക്കുക, നമ്മൾ അന്നേരം ഈ സിനിമയൊക്കെ കണ്ട ആ ഒരു മൈൻഡിലായിരിക്കും നമ്മൾ നടക്കുന്നത്. അപ്പം നമ്മൾ സ്വപ്നം കാണുന്നതിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. പക്ഷേ കല്യാണം പറയുന്നതും പ്രണയം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. രണ്ട് ഭാഗങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം പ്രണയിച്ച് കിടക്കുമ്പോൾ നമ്മൾ വേറെ വിഷയം, ഒരു ജീവിതം തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മളിലേക്ക് പ്രാരാബ്ദങ്ങൾ വരുവാണ്. നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ആരും സപ്പോർട്ട് ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. പിന്നെ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു വീടൊക്കെ വെച്ച് തന്നുകൊണ്ട് ഞങ്ങൾ ഒരു വാടക വീട്ടിലോട്ടോ അങ്ങനൊന്നും പോകേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും എപ്പോഴും ചേട്ടൻ്റെ വീട്ടുകാരായിരുന്നു ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഇട്ടുള്ള അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും. അതെ, അവരൊക്കെ നല്ല സപ്പോർട്ടൊക്കെ തന്നെയാണ്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും, എല്ലാവരും സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആകും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൂടുതലും നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തം കാര്യം, നമ്മളെ ഒരാൾ എന്നേലും ഒരു ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു വിഷയം വന്നെന്ന് പറഞ്ഞാലും തൽക്കാലത്താണെങ്കിലും നമുക്ക് അവരുടെ അടുത്തൊന്ന് മാറി നിൽക്കാം. നമുക്ക് വീട്ടുകാരുടെ അടുത്തോട്ട് പോകാം, നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും. പിന്നെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ കേൾക്കാമെന്നും കൂടെ ഞാൻ പറയുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടുകാർ എതിർപ്പ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുക. എൻ്റെ വീട്ടിൽ എതിർപ്പൊക്കെ പറഞ്ഞാണ്, പക്ഷെങ്കിൽ ഞാൻ കിട്ടുന്ന ആളെപ്പറ്റി എനിക്ക് നല്ലൊരു ധാരണയുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു ആ മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളതും എന്താണെന്നുള്ളത്. ഒരു 5 വർഷത്തോളം പ്രണയിച്ച് നടന്നിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് അല്ലെങ്കിൽ ശരിക്കും ഒരാളെ മനസ്സിലാക്കിയതിന് ശേഷം വിവാഹം കഴിക്കുക, അതേ പറയാനുള്ളൂ. ഇതിപ്പം നഷ്ടപ്പെട്ടത് വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു, കൂടി വന്നാൽ അവൻ ഇനിയിപ്പോൾ എന്നേലും കുറച്ച് കേസും കാര്യങ്ങളും ഒക്കെ ആയി ജീവിതകാലം മൊത്തമൊന്നും അവനകത്ത് കിടക്കാൻ പോകുന്നില്ല. നമ്മുടെ നിയമവും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും അടുത്ത വിവാഹവും കഴിച്ച് അവൻ സന്തോഷമായിട്ട് അവൻ ചിലപ്പോൾ ജീവിച്ചു പോകും. പക്ഷേ ജീവിതകാലം മൊത്തം കണ്ണുനീര് വാർക്കുന്ന ആരാന്നറിയാം? ഈ പെണ്ണിൻ്റെ വീട്ടുകാരാണ്. ആ അപ്പനും അമ്മയും അവരുടെ മരണം വരെ ആ കൊച്ചിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരിക്കത്തില്ല. ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒറ്റ കാര്യം, അപ്പനെയും അമ്മയും മാത്രം മനസ്സിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത് പോയെങ്കിൽ പോട്ടെ. കുറച്ച് നാളൊക്കെ ആൾക്കാർ നമ്മളെപ്പറ്റി, നമ്മുടെ സമൂഹം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം കിട്ടിക്കഴിയുമ്പം അതിനെപ്പറ്റി കുറച്ച് നാൾ ഒരു ചർച്ച ചെയ്യും. കുറേ കഴിയുമ്പം അടുത്ത കാര്യം കിട്ടുമ്പോൾ അവർ അതിലേക്ക് അങ്ങ് പോകും. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ എന്നും നമ്മളെപ്പറ്റി ചിന്തിച്ചിരിക്കാണ്ട് ഇവർക്ക് നേരമൊന്നുമില്ല. ഇവരടുത്ത ആളുടെ പ്രശ്നം വരുമ്പോൾ അതിലേക്ക് ചർച്ചയിലേക്ക് അങ്ങ് പോകും. അത്രയും മാത്രം ഇരിക്കുക. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുക, വീട്ടുകാരുമായിട്ട് സംസാരിക്കുക. അവർ കൂടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക. നമ്മൾ തെറ്റ് പറ്റിപ്പോയി, അത് മനുഷ്യ സഹജമാണ് തെറ്റ് പറ്റുക എന്നുള്ളത്. അത് ഓർത്ത് സ്വന്തം ജീവിതം നശിപ്പിക്കാതിരിക്കുക. എന്നാണേലും ഒരു ഭയങ്കര ദുരന്തമായിപ്പോയത്. ഓർക്കുമ്പം വീണ്ടും ഒരു വിഷമമുണ്ട്. ഒരു ഗർഭിണിയായിട്ട് ഇരിക്കെ തന്നെ അത് വീടിനകത്തുനിന്ന് ആ സമയത്ത് അതിൻ്റെ ഭർത്താവ് ഷാരോൺ അവിടെ ഇല്ലായിരുന്നെന്നാണ് പറയുന്നത്. ഇത് എന്നതാണ് സത്യം എന്നുള്ള ദൈവത്തിനെ അറിയത്തുള്ളൂ. കാര്യം ഇവർ വീണ് മരിച്ചു കഴിഞ്ഞാണ് അറിഞ്ഞതെന്നാണ് പറയുന്നത്. ഷാരോൺ അവിടെ ഇല്ലായിരുന്നെന്ന് പറയുന്നു. ഈ പെൺകുട്ടി തന്നെ തീ കൊളുത്തിയതാണെന്ന് പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. തന്നെ തീ കൊളുത്തിയേക്കുന്നു എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്നതാണെന്നുള്ളത് ദൈവം തമ്പുരാനറിയാം സത്യങ്ങൾ. എന്നാണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിഞ്ഞതല്ല സത്യമെങ്കിൽ ദൈവം തമ്പുരാൻ തന്നെ സത്യം മനുഷ്യരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവരുടെ വീട്ടുകാർ ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ് പറയുന്നത്. ആത്മഹത്യ ചെയ്തതല്ല, കൊന്നതാണ് തന്നെയാണ് പറയുന്നത്. എന്നാണേലും ഇന്നത്തെ നമ്മുടെ ഒരു ദുഃഖകരമായ ഒരു കാര്യമായിപ്പോയി ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.